ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ 2 തവണയും വേൾഡ് കപ്പിന്റെ കലാശ പോരാട്ടത്തിന് യോഗ്യത കരസ്ഥമാക്കിയ ടീമാണ് ഫ്രാൻസ്. 2018 കിരീടം നേടി. എന്നാൽ കഴിഞ്ഞ തവണ അഥവാ 2022 തല 4 അവർക്ക് ആ ഒരു വേൾഡ് കപ്പ് നഷ്ടമായി എന്നുള്ളതാണ്. 2 തവണയും ദിദിയർ ദശാംസാണ് അവരെ ഈ ഒരു നേട്ടത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഏതായാലും ആ ഫ്രഞ്ച് പരിശീലകൻ ഇപ്പോൾ വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പ് നൽകിയിട്ടുണ്ട്. അതായത് വേൾഡ് കപ്പിലേക്ക് 8 ഫോർവേഡുമാരെ അഥവാ 8 മുന്നേറ്റ നിര താരങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ദശാംസ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 7 താരങ്ങളെ ഇതിനോടകം തന്നെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരൊറ്റ സ്പോട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. ആ സ്പോട്ടിന് വേണ്ടി പല താരങ്ങളും ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ആ 7 താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. റയലിന് വേണ്ടി കളിക്കുന്ന കിലിയൻ എംബപ്പെ, PSG വേണ്ടി കളിക്കുന്ന ഡെംബെലെ, ബയൺ താരമായ മിഷേൽ ഒലീസെ, അതുപോലെ തന്നെ PSG മറ്റൊരു താരമായ ഡെസിയെ ഡുവെ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റയാൻ ചെർക്കി, PSG ബ്രാഡ്ലി ബാർക്കോള, ലിവർപൂളിന്റെ ഹ്യൂഗോ എക്കിറ്റിക്കെ. ഇങ്ങനെയാണ് ഫ്രഞ്ച് ദേശീയ ടീമിന്റെ 7 മുന്നേറ്റ നിര താരങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ 8ാമത്തെ ആ ഒരു പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് കോലോ മുവാനി, തൗവിൻ, അക്ലിയുച്ചെ, കോമാൻ, എങ്കുങ്കു, മറ്റേറ്റ. ഈ താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും 8ാമത്തെ ഫോർവേഡ് ആയിക്കൊണ്ട് വരിക. ഏതായാലും മികച്ച ഒരു മുന്നേറ്റ നിര തന്നെ ഇപ്പോൾ ഫ്രഞ്ച് ദേശീയ ടീമിന് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല. അടുത്ത മാസം ബ്രസീലിനെതിരെ ഫ്രാൻസ് ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിന് വേണ്ടിയും ഏറ്റവും മികച്ച ഒരു നിരയെ തന്നെയാണ് ദശാംസ് കളിക്കളത്തിലേക്ക് ഇറക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.